ലോക്സഭ പാസാക്കിയതിന് പിന്നാലെ വഖഫ് നിയമ ഭേദഗതി ബിൽ രാജ്യസഭയിൽ ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവാണ് ബില്ല് അവതരിപ്പിക്കുന്നത്. ബില്ലിന്മേൽ 8 മണിക്കൂറാണ് രാജ്യസഭയിൽ ചർച്ച. വിനീത VG വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. വിനീത, രാജ്യസഭയിലേക്ക് ബിൽ എത്തുകയാണ്, നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു, കിരൺ റിജിജു ബിൽ അവതരണം തുടങ്ങുന്നു. ലോക്സഭയിൽ കണ്ടതുപോലെ ചൂടേറിയ ചർച്ചകൾക്കായിരിക്കും രാജ്യസഭ വേദിയാവുക, അല്ലേ? തീർച്ചയായും വിജയകുമാർ, നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. 8 മണിക്കൂറാണ് ചർച്ച പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്നലെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ലോക്സഭയിൽ 8 മണിക്കൂറാണ് ആ ചർച്ച പറഞ്ഞിരുന്നതെങ്കിലും പിന്നീട് 12 മണിക്കൂർ നീളുകയും സഭ അവസാനം ഏതാണ്ട് 2 മണിയോടുകൂടി ബില്ല് പാസാക്കി 2:30യോടുകൂടിയാണ് സഭ അവസാനിച്ചത്. ഇന്നും സമാനമായിട്ടുള്ള നടപടിക്രമങ്ങൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. JP നദ്ദ ഇന്ന് ഈ ബില്ലിന്മേൽ സഭയിൽ സംസാരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇന്ത്യ മുന്നണി ഇതിന്മേൽ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. ലോക്സഭയിൽ അവർ എതിർപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. സമാനമായിട്ടുള്ള എതിർപ്പ് രാജ്യസഭയിലും അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ 288 ഭൂരിപക്ഷത്തിലാണ് ലോക്സഭ ബില്ല് പാസാക്കിയത്. ഇതിപ്പോൾ രാജ്യസഭയിലേക്ക് ബില്ല് എത്തിയിരിക്കുന്നു. അതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇത് അവതരിപ്പിച്ചതിന് ശേഷം കിരൺ റിജിജു തന്നെയായിരിക്കും അവതരിപ്പിക്കുക. ഇന്നലെയും മന്ത്രി പറഞ്ഞിരുന്നത് ഈ ബില്ല് ഒരിക്കലും മുസ്ലിങ്ങൾക്ക് വിരുദ്ധമല്ല എന്നും ഈ വഖഫ് ഭൂമി അത് സംബന്ധിച്ചുകൊണ്ടുള്ള കൈകാര്യം ചെയ്യുന്ന നടപടിക്രമങ്ങൾ സുതാര്യമാക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ കേരളത്തിലെ മുനമ്പം വിഷയമടക്കം ഇന്നലെ ലോക്സഭയിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏറെ ആകാംക്ഷയോടുകൂടി തന്നെ രാജ്യസഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് ഏറെ ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കേണ്ടി വരും. ഒപ്പം തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്നലെയും KC വേണുഗോപാൽ അടക്കം ഇതിൽ വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഭാരതത്തെ വിഭജിക്കുകയാണ് ഈ ബില്ലിലൂടെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ സോണിയാഗാന്ധി പാർലമെന്റ്